കമൽ, ഇന്നത്തെ തെരച്ചിലിന്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും? സൈന്യവും പോലീസും അതുപോലെ അഗ്നിരക്ഷാ സേനയും സന്നദ്ധ സംഘടനകളും ഒക്കെ ഒന്നിച്ചു ചേർന്ന് എങ്ങനെ പദ്ധതിയിടുന്നു ഈ 6 സോണുകളിലായിട്ടുള്ള തെരച്ചിൽ? ഇന്ന് കൃത്യമായ ഒരു പ്ലാനിൽ തന്നെയാണ് ആ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ കണക്ടിവിറ്റി മെച്ചപ്പെട്ടിരിക്കുന്നു. മുണ്ടക്കൈയിലേക്ക് പോകാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. പാലം റെഡിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ മന്ത്രിമാരൊക്കെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാകും. അതിന്റെ ഭാഗമായാണ് നാട്ടുകാരെയും വനംവകുപ്പ് ജീവനക്കാരെയും ഒക്കെ ഓരോ സംഘത്തിലും ഭാഗമാക്കിയിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലല്ല. ഈ പ്രദേശവുമായി ബന്ധമുള്ളവർക്ക് തന്നെ കൃത്യമായി ഈ സ്ഥലത്തെ മനസ്സിലാക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിലിൽ ഇത്തരത്തിലുള്ള ഒരു സാന്നിധ്യം, ഇവരുടെ സാന്നിധ്യം, നാട്ടുകാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യം ഈ തെരച്ചിലിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഈ കാടും തോട്ടങ്ങളും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന മേഖലയാണ്. മാത്രമല്ല കൃത്യമായി വീടുകൾ ഈ ടൗണിൽ തിരയുമ്പോൾ ആ പ്രശ്നമില്ല. ഇപ്പോൾ മുണ്ടക്കൈ ടൗണിലൊക്കെ അവിടെ എല്ലാ മേഖലയും ജനവാസ കേന്ദ്രങ്ങളാണ്. പക്ഷെ മറ്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുമ്പോൾ ഈ പ്രദേശവാസികളുടെ കൂടി സാന്നിധ്യം ഉണ്ടാകുന്നത് ഗുണം ചെയ്യും. മാത്രമല്ല മുണ്ടക്കൈയിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണോ, ആ സ്ഥലത്തെ നാട്ടുകാർ പലരും ബന്ധുക്കളെയും ഉറ്റവരെയും തെരഞ്ഞ തെരച്ചിൽ സംഘത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മുണ്ടക്കൈയിൽ ഇന്നലെ നേരിട്ടൊരു പ്രതിസന്ധി. അത്തരത്തിൽ ആളുകൾ പറയുന്ന സ്ഥലത്ത് തെരഞ്ഞിട്ടും മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ ശക്തമായ ഒഴുക്കാണുണ്ടായത്. നമുക്കറിയാം താഴേക്ക് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് പോത്തുകല്ല് വരെ ഒരുപാട് പ്രദേശങ്ങൾ ഒഴുകിയെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും വലിയ ഒഴുക്കാണുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ തെരയും എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ മരങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുന്ന വില്ലേജ് ഓഫീസ് പരിസരം, അതുപോലെ സ്കൂൾ പരിസരത്തൊക്കെ ആണ് കൂടുതൽ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്തത്. അവിടെ തന്നെ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടി വരും. ഈ വില്ലേജ് ഓഫീസ് പരിസരം കഴിഞ്ഞ് അതിനപ്പുറത്ത് അക്കരെ മറ്റൊരു സ്ഥലത്ത് കൂടി അത്തരത്തിൽ മരങ്ങൾ അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നേരത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു. ആ മേഖലയിലൊക്കെ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഈ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനോട് കൂടിയുള്ള തെരച്ചിൽ കൂടുതൽ ഫലപ്രദമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. സ്ഥലത്തെ ഏകോപന ചുമതലയുള്ള മന്ത്രിമാർ തുടരണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ അവിടെ തന്നെ തുടരുന്നുണ്ടോ? എല്ലാ മന്ത്രിമാരും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ സംബന്ധിച്ച യോഗങ്ങളൊക്കെ നടന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ റവന്യൂ മന്ത്രി കെ രാജനും മറ്റ് മന്ത്രിതല സംഘത്തിലെ ആളുകളൊക്കെ ഇവിടെ തുടരുന്നുണ്ട്. മേപ്പാടിയിലും കൽപ്പറ്റയും ഒക്കെ ഇന്നലെ പലതവണ അവർ ചൂരൽമലയിലും എത്തിയിരുന്നു. വൈകുന്നേരം അടക്കം ചൂരൽമലയിൽ മന്ത്രിമാരുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.